श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ശബ്ദം ഉച്ചയടച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 20ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ജീവാത്മാവിനെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗതോ ന വിചാനീതോ നായം ഹത്തി ന ഹന്യതേ. ആർക്കും ജീവാത്മാവിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ അവനെ കൊന്നു, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന വ്യക്തി യഥാർത്ഥ ജ്ഞാനമുള്ളവനല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉഭൗതോ ന വിജാനിതോ നായം ഹന്തി ന ഹന്യതേ. കാരണം എന്താണ്? ആ ജീവനെ ഒരിക്കലും വധിക്കാനോ അല്ലെങ്കിൽ ജീവാത്മാവ് ഒരിക്കലും കൊല്ലപ്പെടുകയോ ഇല്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് മനസ്സിലാകുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ജീവാത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ അല്ലെങ്കിൽ വളരുകയോ ഒന്നുമില്ല. അതെല്ലാം ശരീരത്തിന് നടക്കുന്ന കാര്യങ്ങളാണ്. ന ജായതേ പ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇപ്പൊ ജനനം, മരണം, രോഗം, വാർദ്ധക്യം ഇങ്ങനെയുള്ള ശരീരത്തിന്റെ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ശരീരത്തിനാണ്. ആത്മാവിന് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആത്മാവ് മരിക്കുന്നില്ല. മരിക്കുന്ന സമയത്തും ജനിക്കുന്ന സമയത്തും വയസ്സാവുന്ന സമയത്തും കുട്ടിയായിരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും ആത്മാവ് ഒരേപോലെ തന്നെയാണ്. അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ 21ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുകയാണ്, വേദാവിനാവിശനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി അന്തികം. വേദ അവിനാശിനം നിത്യം യ ഏനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി അന്തികം. അപ്പൊ നമുക്ക് 21ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നോക്കാം എന്താണ് ഭഗവാൻ പറയുന്നതെന്ന്. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയശ്രീ മഹർഷി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വിവർത്തനം. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. എല്ലാറ്റിനുമുണ്ട് അതിൻ്റെതായ പ്രയോജനം. ശരിയായ പ്രയോജനമുണ്ടാകത്തക്ക വിധം വേണ്ടത് വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾക്ക് അറിയാം.
ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട്. അതെവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയെന്നും ഈ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത്. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്രാനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ ഇടവരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. മനുഷ്യ സമൂഹത്തിന്റെ നിയമഗ്രന്ഥമായ മനുസംഹിത ഇതിനെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമത്രേ. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന പൂർണ്ണ ബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം. നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരാള് മറ്റൊരു വ്യക്തിയെ വധിക്കാൻ പോകുന്നത്, കൊല്ലാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി മരിച്ചു പോകുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, എനിക്ക് അയാളെ കൊല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരാള് മറ്റൊരാളെ കൊല്ലാൻ പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തി മരിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി കൊലപാതകത്തിന് പോകുന്നില്ല എന്നുള്ള, അല്ല എനിക്ക് കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കൊലപാതകത്തിന് വ്യക്തി പോവുകയില്ല എന്നാണ്. ആ വ്യക്തിക്ക് എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. വേദാവിനാശിനം നിത്യം യ ഏനം അജം അവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി അന്തികം. ഒരു വ്യക്തി, ജീവാത്മാവ് നിത്യനാണ്, അജനാണ്, അവ്യയനാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, ജനിക്കാത്തതാണ് എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് കൊലപാതകമാണ് ഉള്ളത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. കഥം സ പുരുഷം പാർത്ഥ കം ഘാതയതി ഹന്തികം. പിന്നെ അവിടെ കൊല്ലാൻ പോകുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? കൊന്നിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാവും. ആ വ്യക്തി മരിക്കുന്നില്ല, ശരീരത്തിന് മാത്രമേ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ശിലപ്രഭാതർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തില്. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഒരു ഹിംസ, ഭഗവാൻ ഒരു അഹിംസാവാദമാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഹിംസയ്ക്കും പ്രയോജനമുണ്ട് എന്നാണ് ഇവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അറിവുള്ള വ്യക്തികൾ അത് എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, ഹിംസ എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, അഹിംസ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന അറിവുള്ള വ്യക്തികളാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നാണ്. അല്ലെ, സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും അഹിംസാവാദിയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അഹിംസാവാദം ഒരു പൊട്ടയായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ പട്ടാളമൊന്നും വേണ്ട, പോലീസൊന്നും വേണ്ട, ആരെയും ശിക്ഷിക്കരുത് എന്നൊക്കെയാണെങ്കിൽ സമൂഹത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? സമൂഹത്തിൽ ഒരുപാട് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ. അവരോട് ഉപദേശിച്ചിട്ടൊന്നും പ്രയോജനമില്ല. ഉപദേശിച്ചിട്ടൊന്നും അവരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ല. അപ്പോൾ അവരെ ശിക്ഷിക്കണം. അതിന് ഡിപ്പാർട്ട്മെന്റുകൾ വേണം, പോലീസ് വേണം. അല്ലെങ്കിൽ ശത്രു രാജ്യത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് അവരോട്, തീവ്രവാദികളോട് ഉപദേശിച്ചത് കൊണ്ട് കാര്യമില്ല. തീവ്രവാദികൾ കൊല്ലാൻ വരുന്ന സമയത്ത് അഹിംസയാണ്, അല്ലെങ്കിൽ ആരെയും കൊന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് വധിക്കണം. അപ്പോൾ ഹിംസയ്ക്കും പ്രയോജനമുണ്ട് എന്നാണ് ഇവിടെ ശ്രീലപ്രഭാതർ പറയുന്നത്. ഭഗവാൻ ഒരിക്കലും ഒരു അഹിംസാവാദമൊന്നുമല്ല പറയുന്നത്. ഭഗവാൻ യുദ്ധം ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് വേണം അതെവിടെ പ്രയോഗിക്കണം എന്ന് അതിന്റെ അധികാരികൾക്കാണ് അറിയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ശ്രീലപ്രഭാതർ പറഞ്ഞിട്ടുള്ളത്. ഒരു ജഡ്ജി, കോടതിയിൽ ഒരു ജഡ്ജി ഒരു കൊലപാതകയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നല്ലതാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ കൊലപാതകി
ചെയ്തിട്ടുള്ള തെറ്റിന് ഈ ജന്മത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. ശിക്ഷ അനുഭവിക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ആ ജീവാത്മാവിന് കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ജഡ്ജി ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ പറയുന്നത് അത് അദ്ദേഹത്തിന് നല്ലതാണ്. ഈ ജന്മത്തിൽ അത് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അത് ഈ ജന്മത്തിൽ തന്നെ അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറച്ചായിരിക്കും. അടുത്ത ജന്മത്തിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഹിംസ, തെറ്റ് ചെയ്തിട്ടുള്ള ആളെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ശിക്ഷ അവിടെ കൊടുക്കുന്നത്. അതിന് പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഭഗവാൻ ഏറ്റവും ഉന്നതനായിട്ടുള്ള അധികാരിയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിൽ അർജുനന് യാതൊരു ദോഷവുമില്ല. അല്ലെ, ഒരു ജഡ്ജി ഒരു കൊലപാതകിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുക. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ആരാച്ചാര് എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നു. അതിന് ആ ആരാച്ചാർക്ക് യാതൊരു ദോഷവുമില്ല. കാരണം എന്താണ്? ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജി പറഞ്ഞ ഉത്തരവാണ് നടപ്പിലാക്കുന്നത്. അതേപോലെ ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. യുദ്ധം ചെയ്യാതിരുന്നാലാണ് തെറ്റാവുന്നത്. ഭഗവാന്റെ ആജ്ഞ അനുസരിക്കാതിരിക്കും. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അനുസരിക്കുക എന്നുള്ളതാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ ധർമ്മം. അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അത് യഥാർത്ഥത്തിൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് അതെന്തായിരിക്കും? തീർച്ചയായിട്ടും നീതിയായിരിക്കും. കാരണം ഭഗവാനാണ് അറിയാവുന്നത് ഓരോ ജീവാത്മാവിനെ കുറിച്ചും എന്തൊക്കെ കർമ്മങ്ങളാണ് ഇനി ആ ജീവാത്മാവ് അനുഭവിക്കാനുള്ളത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് ഭഗവാന് മാത്രമാണ്. വേദാവിനാശനം നിത്യം. ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുനി തന്യഹം വേദ സർവാണി നപ്തം വേദ വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കർശന. ഭഗവാൻ ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാ ജീവാത്മാക്കളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഭഗവാൻ നീതി നടപ്പിലാക്കുന്ന സമയത്ത്, യുദ്ധം ചെയ്യാൻ പറയുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു ദോഷവും ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് അപ്പൊ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാണ് ഘാതകൻ, ആരാണ് കൊലപാതകി എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ആരും അതിന് മുതിരുന്നില്ല. കൊലപാതകത്തിന് പോകുന്നത് എന്തുകൊണ്ടാണ്? കൊല്ലാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ആരും കൊല്ലപ്പെടുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊല്ലുന്നതിന്റെ പ്രശ്നമേ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 22ാമത്തെ ശ്ലോകം. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രേമാമാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാനി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹേ. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭാവാർത്ഥം. അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു എന്നത് പരക്കെ അംഗീകൃതമായ ഒരു വസ്തുതയാണ്. ആത്മാവുണ്ട് എന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉറവിടമെന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ 2:13 ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടല്ലോ.
അണുമാത്രനായ ജീവാത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റിക്കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. മുണ്ടകോപനിഷത്തും ഉപനിഷത്തും പോലുള്ള വേദഗ്രന്ഥങ്ങൾ പരമാത്മ ജീവാത്മാക്കളെ ഒരേ വൃക്ഷത്തിന്മേൽ ഇരിക്കുന്ന രണ്ട് കിളികളോട് ഉപമിച്ചിട്ടുണ്ട്. അവയിലൊന്ന് ജീവാത്മാവ് വൃക്ഷത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുകയാണ്. മറ്റൊന്ന് കൃഷ്ണൻ ആ സുഹൃത്തിനെ വീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഗുണത്തിൽ സമാനതയുള്ളവരാണെങ്കിലും ഇതിലൊരാൾ ഭൗതിക വൃക്ഷത്തിന്റെ ഫലത്തിൽ ആകൃഷ്ടനാണ്, മറ്റത് സുഹൃത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ആ നിരീക്ഷകനാണ് കൃഷ്ണൻ. അർജുനൻ ഫലാസ്വാദകനും. സുഹൃത്തുക്കൾ എന്നിരിക്കലും അവരിലൊരാൾ സ്വാമിയും മറ്റേയാൾ ആശ്രിതനുമാണ്. അണുമാത്രനായ ജീവാത്മാവ് ഈ ബന്ധം മറന്നു പോകുന്നതിനാലാണ് അതിനെ ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അഥവാ ഒരു ശരീരം വിട്ട് പുതിയതൊന്നിലേക്ക് അടിക്കടി മാറേണ്ടി വരുന്നത്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് ജീവൻ നന്നെ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയാചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം ഭരിക്കുന്ന പക്ഷം ആ കിളിക്ക് സർവ്വശോകങ്ങളിൽ നിന്നും ക്ഷണേന മോചനം നേടാം. മുണ്ടകോപനിഷത്തിലും 3:1-2, ശ്വേതാശ്വതരോപനിഷത്തിലും 4:7 ഇങ്ങനെ പറയുന്നു: സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ദുഷ്ടം യഥാ പശ്യത്യന്യമീശസ്യ മഹിമാനിദിത്യതി വീതശോകഃ. ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിനു നേരെ ദൃഷ്ടി തിരിക്കുവാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാലുടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാകും. അർജുനൻ തന്റെ സനാതന സുഹൃത്തായ കൃഷ്ണനു നേരെ മുഖം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗീതോപദേശം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് ശ്രവിക്കുന്നതോടെ അദ്ദേഹത്തിന് കൃഷ്ണന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ശോക വിലാപാദികളിൽ നിന്നും വിമുക്തനാകുവാനും കഴിയും. വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിന്റെയോ ദേഹപരിണാമത്തെപ്പറ്റി ദുഃഖിക്കരുതെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. മറിച്ച് നീതിയുക്തമായ സമരത്തിൽ അവരുടെ ശാരീരിക ഹിംസ ചെയ്ത് വിവിധ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധത്തിലോ യജ്ഞവേദിയിലോ സ്വജീവൻ അർപ്പിക്കുന്നവൻ ശാരീരിക കർമ്മങ്ങളുടെ ദുഷിച്ച ഫലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സമുന്നതമായൊരു നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് അർജുനന്റെ വിലാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമ മലജൻ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഒരു ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജീവൻ എപ്പോഴാണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് എന്നവിടെ വിശദീകരിക്കുന്നു. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഒരു ജീവൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഉടുപ്പുകൾ പഴയതാകുന്ന സമയത്ത്, അത് ഉപയോഗിക്കാൻ കൊള്ളാതാകുന്ന സമയത്ത്, വസ്ത്രം ഉപയോഗിക്കാൻ കൊള്ളാതാകുന്ന സമയത്ത് അത് ഉപേക്ഷിച്ച് മറ്റൊരു വസ്ത്രം സ്വീകരിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു ജീവൻ അതിൻ്റെ പഴയ ഉപയോഗിക്കാൻ കൊള്ളാതായ ശരീരം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നത്. നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അപ്പോൾ ഒരു ശരീരം പഴയതാകുന്ന സമയത്ത്, വാർദ്ധക്യം ബാധിക്കുന്ന സമയത്ത് ആ ജീവാത്മാവിന് അതിന്റെ ആഗ്രഹങ്ങളൊന്നും അതിൽ വെച്ച് നിറവേറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് പുതിയൊരു ശരീരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്ക് വേറൊരു ശരീരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അല്ലെ, വയസ്സാകുമ്പോഴും ആഗ്രഹങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. വയസ്സായി കഴിഞ്ഞാലും ആ ജീവാത്മാവിന് വയസ്സാകുന്നില്ല, മനസ്സിനും വയസ്സാകുന്നില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുതിയൊരു ശരീര രൂപം കൊള്ളും. ആ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചും ഈ ജന്മത്തിലുണ്ടായ കർമ്മങ്ങൾക്കും അനുസരിച്ചാണ് പുതിയൊരു ശരീരം ഉണ്ടാകുന്നത് എന്ന് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നു. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപത്തയ്യ. ഈ ജന്മത്തിലുള്ള കർമ്മങ്ങൾക്കനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശപ്രകാരവുമാണ് അടുത്തൊരു ശരീരം നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ശരീരം ഒഴിവാക്കി ഉടനെ തന്നെ
വേറൊരു ശരീരം ജീവാത്മാവിന് കിട്ടുന്നുണ്ട് എന്നാണ്. പുതിയൊരു ശരീരം അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഭാഗവതത്തിൽ നമ്മൾ വായിച്ചു, ഒരു ഇലയിൽ, ഒരു മരത്തിലെ ഇലപ്പുഴു ഒരു ഇലയിൽ നിന്ന് വേറൊരു ഇലയിലേക്ക് കയറുന്നത് പോലെ അത്രയേ ഉള്ളൂ ഒരു ശരീരം ഒഴിവാക്കി വേറൊരു ശരീരത്തിലേക്ക് കയറുന്നത് എന്ന് പറയും. അപ്പോൾ അതൊരു വസ്ത്രം മാറുന്നത് പോലെയാണ് ജീവാത്മ. നമുക്ക് വസ്ത്രം മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുന്നില്ല. പഴയ വസ്ത്രം മാറി പുതിയൊരു വസ്ത്രം സ്വീകരിച്ചു. അല്ല, ഈ പാമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാമ്പ് അതിന്റെ തൊലി ഉരിഞ്ഞു കളയും. തൊലി ഉരിഞ്ഞു കളയുന്നത് കൊണ്ട് അതിനൊന്നും സംഭവിക്കുന്നില്ല. അതിന് പുതിയ തോല് വന്നിട്ടുണ്ട്, അതിന് പുതിയ ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്, അത് മരിച്ചു പോകുന്നില്ല. അതേപോലെ ജീവാത്മാവ് പഴയൊരു വസ്ത്രം ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ച് അത് മരിച്ചു പോകുന്നില്ല. അതിന് പുതിയൊരു വസ്ത്രം കിട്ടിയിട്ടുണ്ട്, പുതിയൊരു ശരീരം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ആ പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയൊരു ശരീരം കിട്ടുന്നത് എന്ന് പറയും. ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് അടുത്തൊരു ശരീരം കിട്ടുന്നത്. അത് വെറുതെ ഏതെങ്കിലും ഒരു ശരീരമല്ല, കൃത്യമായിട്ട് ആ പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ് വസ്ത്രങ്ങൾ, പുതിയ ശരീരം കിട്ടുന്നത് എന്ന് പറയും. ഭഗവത്ഗീതയിൽ നമ്മൾ ഗുണത്രയ വിഭാഗത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഗുണത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത് എന്ന് പറയും. എന്തായാലും അടുത്തൊരു ശരീരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തുള്ള ശരീരം റെഡിയായതിനു ശേഷമാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വാസാംശി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അപ്പോൾ ഒരു ജീവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടുകൊണ്ട് ആ ജീവാത്മാവിന്റെ കൂടെ തന്നെ ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നത് പോലെ ആ ജീവാത്മാവിന്റെ കൂടെ തന്നെ ആ ഹൃദയത്തിൽ പരമാത്മാവും ഇരിക്കുന്നുണ്ട്. ആ പരമാത്മാവ് എല്ലാം നോക്കി കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഒരു ശരീരം കിട്ടുന്നത്. ഇവിടെ ശീലപ്രഭാതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ജീവാത്മാവ് ഹൃദയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിലേക്കുള്ള എല്ലാ ഊർജവും പുറത്തേക്ക് വരുന്നത്. ഊർജം താനെ എവിടെ നിന്നും ഉണ്ടായി വരുന്നില്ല, അല്ലെ? അത് ആധുനിക ശാസ്ത്രം അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. ഊർജത്തിന് എന്തെങ്കിലും ഒരു ഉറവിടം ഉണ്ടാകണം. താനേ ഊർജം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ചില ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. താനേ ഹൃദയത്തിൽ ഊർജം ഉണ്ടാകും. ഹൃദയത്തിന് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ താനേ ഒരിക്കലും ഒരു ഊർജവും ഉണ്ടായി വരുന്നില്ല. ഊർജം വേറെ എവിടെന്നെങ്കിലാണ്. ഊർജത്തിന് വേറെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം. ഊർജത്തിനെ മറ്റൊരു ഊർജമായിട്ട് മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ. സ്വന്തമായിട്ട് ഊർജം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹൃദയത്തിൽ എവിടെ നിന്നാണ് ഊർജം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിൽ നിന്നാണ് ആ ഊർജം ഹൃദയത്തിന് കിട്ടുന്നത്. അല്ല, ജീവാത്മാവില്ലെങ്കിൽ ഹൃദയത്തിന് ഊർജം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഹൃദയത്തിൽ പേസ് മേക്കർ എന്ന് പറഞ്ഞ സെല്ലുകളുണ്ട്, എസ് എ നോഡ് എന്ന് പറഞ്ഞിട്ട്. ആ എസ് എ നോഡിന് എന്തിനുള്ള കഴിവുണ്ടെന്ന് പറയും? ഓട്ടോമാറ്റിക് ആയിട്ട് എനർജി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹൃദയം മിടിക്കുന്നത്. പക്ഷെ അതിന് ആ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള ഊർജം എവിടുന്നാണ് കിട്ടുന്നത്? അത് ജീവാത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. അല്ല, ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൃദയം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ഹൃദയത്തിലിരിക്കുന്ന ജീവാത്മാവ് ശരീരം പഴകുന്ന സമയത്ത്, ശരീരം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് അതിന്റെ അടുത്ത ആഗ്രഹങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അതിന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പുതിയൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവത്ഗീത അനുസരിച്ച് ഭഗവാൻ പുനർജന്മത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുനർജന്മം ഉണ്ടോ എന്നുള്ളതിൽ ഭഗവാൻ പറയുന്നതിൽ ഒരു സംശയമില്ല. പുനർജന്മം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത ശരീരം ആ ജീവാത്മാവ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഭീഷ്മദേവന്റെ ഇപ്പോഴുള്ള ശരീരം, പ്രായമായിട്ടുള്ള ശരീരം, ഭീഷ്മർ, ദ്രോണർ, ഇങ്ങനെയുള്ള സൈന്യാധിപന്മാരൊക്കെ ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്.
അവരൊക്കെ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ശരീരം ഇപ്പോൾ നശിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു പുതിയ ശരീരം കിട്ടും. അവര് ധാർമ്മികമായിട്ടുള്ള യുദ്ധത്തിൽ വെച്ച് വധിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ഉയർന്ന ശരീരം കിട്ടും. മാത്രമല്ല ഭഗവാന്റെ പദ്ധതി എന്താണ്? അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഈ യുദ്ധഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ മരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ഉയർന്ന ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മുക്തി കിട്ടും. അങ്ങനെ ആ യുദ്ധഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റയടിക്ക് മുക്തി കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു വലിയ പദ്ധതി. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത്. നീ യുദ്ധം ചെയ്യൂ അല്ലെ, മാ മനുസ്മര യുദ്ധേച്ഛ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അഥവാ അർജുനൻ മരിച്ചുപോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്താണ്? ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് അർജുനനും മുക്തി ലഭിച്ചോളും. എല്ലാവർക്കും ഒരൊറ്റയടിക്ക് മുക്തി കൊടുക്കാനാണ് ഭഗവാന്റെ യഥാർത്ഥ പദ്ധതി. ഭഗവാന്റെ സാന്നിധ്യത്തിൽ നേരിട്ട് മരിക്കാനുള്ള അവസരമാണ് അവിടെയുള്ള എല്ലാ സൈനികർക്കും ഭഗവാൻ കൊടുക്കുന്നത്. അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഭീഷ്മദേവൻ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ദേഹം വെടിഞ്ഞു. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞു. അദ്ദേഹത്തിന് വൈകുണ്ഠ ലോകത്തിലേക്ക് നേരിട്ട് പോകാനും സാധിച്ചു. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആത്മീയമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് അർജുനനെ നിമിത്തമാക്കി യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. അതിൽ പാപത്തിന്റെ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളിൽ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. വേദാവിനാശനം നിത്യം യേനമജമഭയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹംസികം വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 23-ാമത്തെ ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുത. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. പ്രവൃത്തി വായിക്കട്ടെ. ഗീതമാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കുവാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. ഭാവാർത്ഥം. വിവിധ ശാസ്ത്രങ്ങളാകട്ടെ തീനാളങ്ങൾ, പേമാരി, കൊടുങ്കാറ്റ് ഇവയാകട്ടെ ആത്മാവിനെ ഹനിക്കുവാൻ ഉതകുകയില്ല. ആധുനിക കാലത്തെ ആഗ്നേയായുധങ്ങൾക്ക് പുറമെ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട പലവിധം ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ആധുനിക കാലത്തെ അണുവായുധങ്ങളെ ആഗ്നേയാസ്ത്രങ്ങളാക്കി തരം തിരിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വിവിധതരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ അനേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അഗ്നിയായുധങ്ങളെ ജലായുധങ്ങൾ കൊണ്ട് എതിരിട്ടു പോന്നു. ഇന്നത്തെ സയൻസിന് അവയെപ്പറ്റി അറിഞ്ഞുകൂടാ. കൊടുങ്കാറ്റുണർത്തുന്ന ആയുധങ്ങളെ പറ്റിയും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കറിയില്ല. പക്ഷെ എത്ര ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയുമില്ല. ജീവാത്മാവ് എങ്ങനെ നിലവിൽ വന്നു എന്നും അജ്ഞത മൂലം മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടു എന്നും മായാവാദികൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്താനാവില്ല. അവ എന്നെന്നും പരമാത്മാവിന്റെ ഭിന്നാംശങ്ങളാണ്. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകയാൽ മായാശക്തിക്ക് അടിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീപ്പൊരികൾ
തീക്കു വെളിയിൽ പോകുമ്പോൾ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്കടിപ്പെടുന്നു. വരാഹപുരാണത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവിന്റെ വിഭിന്നാംശങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നതും അവ എക്കാലത്തും അങ്ങനെ ഇരിക്കുമെന്നാണ്. മായാശക്തിയിൽ നിന്നും മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായി. എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ജീവാത്മാവിന്റെ മറ്റൊരു സ്വഭാവം ആണ് പറയുന്നത്. അതൊരിക്കലും ഭൗതികമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ആ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ എടുത്തു പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. നമ്മൾ ഭൗതിക ലോകത്തില് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒന്നിനും ഈ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇതിനൊന്നിനും ഈ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് ഈ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ ജീവാത്മാവ് അത്രയും ചെറുതായിരിക്കും, സൂക്ഷ്മമായിരിക്കും. ഒരു ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റുന്നതിനേക്കാൾ ചെറുതാണ്. മാത്രമല്ല ആയുധങ്ങളൊക്കെ ഭൗതികമാണ്. ഭൗതിക വസ്തുക്കൾ കൊണ്ടാണ് ആയുധം നിർമ്മിച്ചിട്ടുള്ളത്. ജീവാത്മാവാണെങ്കിലോ ആത്മീയമാണ്. ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു വസ്തുവിനെ തൊടാൻ സാധിക്കില്ല. രണ്ടും രണ്ട് തരം വസ്തുക്കളാണ്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഒരു ആയുധം കൊണ്ട് ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. അഗ്നി കൊണ്ട് ഇതിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവിനെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലാകും, സൂര്യലോകത്ത് പോലും ജീവനുണ്ട്, ജീവാത്മാക്കളുണ്ട്. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് ഞാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. സൂര്യലോകത്തിൽ അഗ്നിയാണ് അല്ലെ, എത്രയോ വലിയ ചൂടാണ് അവിടെ, തീയാണ് അവിടെ. ആ തീയിലും ജീവാത്മാക്കളുണ്ട്. അവിടെ അഗ്നി കൊണ്ടുള്ള ശരീരമാണ്. ഓരോ ഗ്രഹങ്ങളിലും ആ ഗ്രഹത്തിന്റെ വസ്തുക്കൾക്ക് അനുസരിച്ചിട്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള ശരീരം ഭൂമി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ ഘടകമാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ജലത്തിലുള്ള ശരീരമാണെങ്കിൽ ജലം കൊണ്ടായിരിക്കും ആ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. സൂര്യലോകത്ത് അഗ്നി കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശരീരം ഒരിക്കലും അഗ്നിയിൽ ജയിക്കുന്നില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ജലം കൊണ്ട് ഒന്നും കുതിർക്കാൻ സാധിക്കില്ല. ജീവാത്മാവിനെ ജലത്തിൽ കുതിർക്കാൻ സാധിക്കില്ല. അല്ലെ, ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജലത്തിൽ അത് കുതിർന്നു പോകുന്നില്ല, അത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ജലം. ന ശോഷയതി മാരുത. കാറ്റുകൊണ്ട് അതിനെ ശോഷിപ്പിക്കാനും സാധിക്കില്ല. വായുവിലും ജീവാത്മാക്കളുണ്ട്. വായുവിൽ ഒരുപാട് ജീവാത്മാക്കൾ ജീവിക്കുന്നുണ്ട്. സൂക്ഷ്മാണുക്കളൊക്കെ വായുവിൽ ജീവിക്കുന്നുണ്ട്. അത് നശിച്ചു പോകുന്നില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അഗ്നിക്കോ അല്ലെങ്കിൽ ആയുധങ്ങൾക്കോ ജലത്തിനോ അല്ലെങ്കിൽ വായുവിനോ ഈ ജീവാത്മാവിനെ ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ്. ഭൗതിക വസ്തുക്കൾക്ക് ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഭൗതിക ശരീരത്തിലേക്ക് വന്നതുകൊണ്ട് ആ ശരീരത്തിനെ നശിപ്പിക്കാം, പക്ഷെ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ എടുത്ത് പറയുന്നത്. ജീവാത്മാവ് എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ ഭാഗത്തൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരു അഗ്നിയിൽ നിന്നുണ്ടാകുന്ന സ്ഫുലിംഗങ്ങൾ പോലെയാണ്, തീയിൽ നിന്നും തീപ്പൊരി ഉണ്ടാകുന്നത് പോലെയാണ് ഭഗവാനിൽ നിന്നും ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. തീയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അതിനെപ്പോഴും തീ
തീയെ പോലെ തന്നെ ശക്തിയുണ്ട്. തീപ്പൊരി തീയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെപ്പോഴും ശക്തിയുണ്ട്. പക്ഷെ ആ തീപ്പൊരി തീയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, വിട്ടുപോകുന്ന സമയത്ത് അത് ചാരമായിട്ട് മാറും. അതിന് തീയുടെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിന് എപ്പോഴാണ് ശക്തിയുള്ളത്? ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോഴാണ് എപ്പോഴും അതിന്റെ എല്ലാ ശക്തിയും ഉള്ളത്. ഭഗവാനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ ശക്തി. ഭഗവാനെ മറന്ന് ഭഗവാനിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഈ ആത്മീയമായിട്ടുള്ള കഴിവുകളൊക്കെ ആ ജീവാത്മാവിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് മായ എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ആ ജീവാത്മാവിന്റെ ശക്തി, ആത്മീയമായിട്ടുള്ള ശക്തിയൊക്കെ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത്. അല്ല, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ജീവാത്മാവ് ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൗതിക ശക്തി കൊണ്ട് ഇതിനെത്രയും ഉപദ്രവം നേരിടുന്നത്? എന്തുകൊണ്ടാണ് ജീവാത്മാവ് ഭൗതികമായിട്ടുള്ള മായയ്ക്ക് അടിമപ്പെടുന്നത്? അതും ആത്മാവല്ലേ, ആത്മാവ് ഉയർന്ന ശക്തിയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഉയർന്ന ശക്തിയാണെങ്കിലും ആത്മാവിന്റെ സൈസ് വളരെ ചെറുതാണ്, സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായിട്ടുള്ള ജീവാത്മാവ് ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകുന്ന സമയത്ത് അതിന്റെ ആത്മീയമായിട്ടുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തീയിൽ നിന്ന് വേർപെട്ടു പോകുന്ന തീപ്പൊരിക്ക്, ആ തീപ്പൊരിക്ക് തീയിനെ പോലെ ശക്തി ഉണ്ടാവുകയില്ല. പക്ഷെ തീയിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ തീപ്പൊരിക്ക് വലിയ ശക്തി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ജീവാത്മാവിന്റെ അവസ്ഥ. എപ്പോഴാണോ ഒരു ജീവാത്മാവ് ആ ഭഗവാനിൽ നിന്ന് വേറിട്ട്, ഭഗവാന്റെ സംഘത്തിൽ നിന്ന് വേറിട്ട് പോകുന്നത്, ആ വേറിട്ട് പോകുന്ന സമയത്ത് അതിന് വലിയ ആത്മാവിന്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഭഗവാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതിന് ആത്മീയമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടാകും. അതിന് ആത്മീയമായിട്ടുള്ള കഴിവുകളൊക്കെ നിലനിർത്താൻ സാധിക്കും. അപ്പൊ ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകുന്ന സമയത്ത് അതിന് ഭൗതികമായിട്ടുള്ള ശക്തിയാണ് ഉണ്ടാകുന്നത്. ഭഗവാനോടൊപ്പം നിൽക്കുന്ന സമയത്ത് അതിന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആത്മീയ ശക്തിയൊക്കെ അതിന് വ്യക്തമായിട്ട് കാണാനും സാധിക്കും. അപ്പൊ ഭഗവാനോടൊപ്പം നിൽക്കുമ്പോഴും ഒരിക്കലും ഭഗവാനിൽ അലിഞ്ഞു പോകുന്നില്ല എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അർജുനൻ ഭഗവാന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അർജുനൻ ഭഗവാനോടൊപ്പമാണ് നിൽക്കുന്നത്. അല്ലെ, ഭഗവാനിൽ നിന്ന് എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും അർജുനൻ ഭഗവാനിൽ അലിഞ്ഞു പോയിട്ടില്ല. ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോഴും ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സാധിക്കും. രണ്ട് വ്യക്തികളായിട്ട് നിൽക്കാൻ സാധിക്കും, ഭഗവാനെ സേവിക്കാനും സാധിക്കും. ഭഗവാനിൽ അലിഞ്ഞു പോകുന്നില്ല. ജീവാത്മാവ് എല്ലാ കാലത്തും വേറെ വേറെ ആയിട്ട് തന്നെയാണ് നിൽക്കുക എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലോ, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവൻ അഭവിഷ്യാമ സർവേ വയമതപരം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ജീവാത്മാവ് ഭഗവാന്റെ കൂടെയാണെങ്കിൽ പോലും ഭഗവാനിൽ അലിഞ്ഞു പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കും ഈ ശ്ലോകത്തിൽ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ശ്ലോകം വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ശബ്ദം കുറവാണ്, അതുകൊണ്ട് അടുത്ത ശ്ലോകം ഇന്ന് വായിക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി, ഇപ്പൊ പറഞ്ഞില്ലേ അതെന്താണ്, അഗ്നിന്നിങ്ങനെ അതിന്റെ രശ്മി പോലെയാണ് ജീവാത്മാവ് ഉണ്ടാവണമെന്ന് പറഞ്ഞില്ലേ?